ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലത്തെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ എക്സാം എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി അത് എംടെക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാമാണ്. അഫ്കോഴ്സ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ നടന്നിട്ടുള്ള നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കാണും അല്ലേ. അപ്പോൾ സബ് എഞ്ചിനീയർ മുതൽ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള ഇതിപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ എക്സാമും വളരെയധികം ഡിഫിക്കൽട്ടായിരുന്നു. എല്ലാ ടെക്നിക്കൽ എക്സാംസും ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ എത്ര തന്നെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിലേക്ക് നമുക്കൊരു 50 മുകളിലേക്കൊക്കെ മാർക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നോളജുള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സബ് എഞ്ചിനീയർ മുതൽ തന്നെ ആക്ച്വലി ഇൻസ്പെക്ടറേറ്റ് മുതൽ തന്നെ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ സബ് എഞ്ചിനീയർ മുതൽ അങ്ങ് വളരെ എവിഡൻ്റ് ആയ അതൊരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സത്യം പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ എക്സാമിനേഷൻ രംഗത്ത് വന്ന ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളത് ഉൾക്കൊള്ളുക തന്നെ വേണം. അതായത് എന്ത് തന്നെയാണെങ്കിലും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും ഉറപ്പ് എന്ന് വിചാരിച്ച് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തൊക്കെ പോകാറുണ്ട് അല്ലേ. മനസ്സിലാവുണ്ടോ? ഇന്നിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നിൻ്റെ ക്വസ്റ്റ്യൻ വരും. മനസ്സിലാവുണ്ടോ? ഈ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് നമ്മൾ പോയി എങ്ങനെ പോയാലും നമ്മളിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. എല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് പോകും. ഇങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേ ദിവസം നമ്മൾ പോകുമ്പോൾ അങ്ങനെ എടാ ഇത് വരും, ഇത് വരും. ഈ രീതിയിൽ നമ്മൾ എക്സാം എഴുതാൻ പോകാറുണ്ട്. പണ്ട് അതെല്ലാം വർക്കൗട്ട് ആയിരുന്നു. നമ്മളെങ്ങനെ നല്ല രീതിയിൽ ബൈ ഹാർട്ട് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം സോൾവ് ചെയ്തിട്ട് നമ്മുടെ എക്സാം ഹാളിൽ പോയാൽ തന്നെ ചുരുങ്ങി നിങ്ങൾക്ക് ഒരു 50 മാർക്ക് കിട്ടും, ഉറപ്പാണ്. അല്ല, ഡയറക്റ്റ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ്, അതായത് PYQ അതുപോലെ തന്നെ എടുത്ത് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇക്കാലത്ത്, അതായത് ഈ ഒരു മാസങ്ങളിൽ, കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഈ വർഷം മുതലുള്ള എക്സാമുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ച അതുപോലെ ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എക്സാമ്പിൾ ഗേറ്റ് പോലെ. മനസ്സിലാവുണ്ടോ? ഗേറ്റ് എക്സാം നിങ്ങൾക്ക് നിങ്ങൾ കേട്ട് കാണും അല്ലേ. ചിലവരൊക്കെ എഴുതിയിട്ടുണ്ടാവും, ചിലർ ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവും. അതിനകത്ത് റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല ഗേറ്റ് ക്വസ്റ്റ്യൻസിൽ. വെരി റയർ. മനസ്സിലാവുണ്ടോ? അതായത് പാരാമീറ്റർ എങ്കിലും അറ്റ്ലീസ്റ്റ് എന്തായാലും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ റിപ്പീറ്റേഷൻ പറഞ്ഞ പരിപാടി ഗേറ്റിനകത്തില്ല. അപ്പൊ ഗേറ്റിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസിന് തുല്യമായിട്ടാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അസിസ്റ്റന്റ് പ്രൊഫസറുടെ ക്വസ്റ്റ്യനൊന്നും 60 ക്വസ്റ്റ്യൻ്റെ മുകളിൽ നിങ്ങൾക്ക് വായിച്ചെത്താൻ സാധിക്കില്ല. 100 ക്വസ്റ്റ്യൻ 90 മിനിറ്റ് കൊണ്ട് എങ്ങനെ ചെയ്യാനാണ്? ഒരുപാട് പേര് അതിനകത്ത് കംപ്ലൈൻറ്റുകൾ പറയുകയുണ്ടായി. ഇന്നലെ നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിൻ്റെ ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യം ഇതാണ്: 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ അല്ല അത്. നമ്മളൊരു 60 ക്വസ്റ്റ്യൻ മുകളിലേക്ക് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഐ മീൻസ് വായിച്ചെത്തണ്ടേ ഇതൊക്കെ വായിച്ച് നമ്മൾ ഇരുന്ന് ചെയ്ത് പഠിച്ചു പോയ ആൾക്കാരുടെ അവസ്ഥയാണ് പറയുന്നത്. 50 ക്വസ്റ്റ്യൻ്റെ അപ്പുറത്തേക്കൊന്നും കടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു. 100 ക്വസ്റ്റ്യൻ വായിക്കാൻ ഒട്ടും സമയമില്ല. എനിക്ക് തോന്നുന്നില്ല നടന്ന എക്സാമിൽ ഒരു 90% ആൾക്കാർ 100 ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അഫ്കോഴ്സ് അത്രയും ഡിഫിക്കൽട്ട് പേപ്പർ ആയിരുന്നു ഇന്നലെ നടന്ന അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം. അതും ഒട്ടും മോശമല്ലാത്ത രീതിയിലാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. കണ്ണ് തള്ളിപ്പോകും നമ്മൾ. സബ് എഞ്ചിനീയറിനെക്കാളും റേഞ്ച്, സബ് എഞ്ചിനീയറിന്റെ ഡബിൾ ട്രിപ്പിൾ എഫക്റ്റ് ആയിരുന്നു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നി സബ് എഞ്ചിനീയർ എത്ര ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് വളരെ എവിഡൻ്റ് ആണ്. നമുക്ക് ഇപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആളുകൾ ഒരിക്കലും ഞാൻ എന്തായാലും പറയും, അവർ ഓഫ്കോഴ്സ് ഒരു IIT അല്ലെങ്കിൽ മിനിമം NIT എന്നെങ്കിലും കഴിഞ്ഞ് വന്ന് ആ ബോർഡിലിരിക്കുന്ന ആളുകളായിരിക്കണം. ബിക്കോസ് അതാണ് ലെവൽ. റിപ്പീറ്റേഷൻ ഇല്ല നമുക്ക് ക്വസ്റ്റ്യൻസിൽ അല്ലേ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പറയാം, സാറേ അപ്പോൾ PYQ നമ്മൾ നോക്കുകയേ വേണ്ട അല്ലേ. നോക്കണ്ട, ഉണ്ടാതെ വീട്ടിലിരുന്നോ ഒന്നും കിട്ടാതാവും. PYQ നിർബന്ധമായിട്ട് നോക്കണം. എങ്ങനെയാണ് PYQനെ പ്രയോജനപ്പെടുത്തേണ്ടത്? അതാണ് പലർക്കും മനസ്സിലാവാത്ത കാര്യം. PYQ എല്ലാവരും ചെയ്യുന്നതെന്ന് അറിയോ? നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മെഗാ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ് ടെസ്ലയുടെ. അതിൽ 1-2 കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറയട്ടെ, സാർ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടാണ് ഇടുന്നതല്ല. ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ. യൂത്ത് കോമ്പറ്റീഷൻ ടൈംസും VK മേത്ത പോലുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ റെഫർ ചെയ്തിട്ട് ഞാൻ അനലൈസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് നല്ല ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നൊന്നും അല്ലാതെ. അപ്പോൾ കുട്ടികൾ പറയുന്നത്, സാർ ഇത്രയും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനൊക്കെ, കാരണം എങ്ങനെ എഴുതിയാലും അവർക്കൊരു 70-ന് മുകളിൽ മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ 75-ന് മുകളിൽ പോകുന്നില്ല മാർക്ക്.
അപ്പൊ അവർ ഒരു സാർ ഇത്രയും ഡിഫിക്കൽട്ടൊക്കെ ചോദിക്കുമോ? തീർച്ചയായിട്ടും ചോദിക്കും. ഇതിനപ്പുറം ഡിഫിക്കൽട്ടായിരിക്കും ഇനി എയുടെ എക്സാമിന് വരാൻ പോകുന്നത്, ഉറപ്പാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സത്യം പറഞ്ഞ ഈ PYQനെ ഉപയോഗപ്പെടുത്തണം? രണ്ട് രീതിയിൽ PYQനെ ഉപയോഗപ്പെടുത്താറുണ്ട് കുട്ടികൾ. ഒന്ന്, PYQനെ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്ന കുട്ടികളുണ്ട്. PYQ ഇതെന്തായാലും ഇതൊരു 3 വർഷം ചോദിച്ച സാധനമാണ് അല്ലേ, ഇതെന്തായാലും വരും വെച്ചിട്ട് മക്കപ്പ് ചെയ്ത് വെക്കും. ദയവേത് ചെയ്യരുത്, തെറ്റ്. PYQനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? കൂട്ടാ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, നിങ്ങൾ അത് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളുക. ഇതേ ചോദ്യം നിങ്ങളെ പരീക്ഷയ്ക്ക് വരുന്ന പ്രതീക്ഷയേ വേണ്ട. ബട്ട് ഇതിൻ്റെ ആൻസറിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു നോഡൽ അനാലിസിസ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു. സപ്പോസ് ഒരു സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഈസിയാണ് എപ്പോഴും നോഡൽ ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു സോൾവ് എനി സർക്യൂട്ട്, ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. അൺനോൺ പാരാമീറ്റർ ആയിട്ടുള്ള വോൾട്ടേജ് കറണ്ടൊക്കെ കണ്ടുപിടിക്കാൻ നോഡലാണ് ഏറ്റവും ബെസ്റ്റ് അനാലിസിസ്. അപ്പോൾ നോഡൽ അനാലിസിസ് വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ലേൺ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ സാധനങ്ങൾ പല രീതിയിൽ പല ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗം ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, PYQനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ലാതെ PYQ അതുപോലെ തന്നെ വരണം പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞത് ഒരിക്കലും നിർബന്ധം പിടിക്കരുത്. നിരാശയായിരിക്കും നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയാം. സോ നെവർ ഡു ദാറ്റ്. അപ്പോൾ PYQനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, PYQന്റെ ആൻസേഴ്സിനെ പഠിക്കുക, കാണാതെയല്ല, അനലൈസ് ചെയ്ത് പഠിക്കുക. സോ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാം ഹാളിൽ അത് ഗുണം ചെയ്യും. ഇനി അങ്ങോട്ട് 80 മാർക്ക് 90 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള എക്സാം ഹാളിലേക്കുള്ള പോക്ക് ഹെവി ചെയ്ത് നമ്മൾ ഉപേക്ഷിക്കേണ്ട സമയമായി. ഗേറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യനുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും പഠിച്ചിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ. ഇപ്പൊ സ്കിൻ എഫക്റ്റ് എന്താണ് ഒറ്റ വാക്കിൽ ഡെഫിനേഷൻ എഴുതിയിട്ട് പഠിച്ചിട്ട് പോയാൽ കിട്ടില്ല മക്കളെ. സ്കിൻ എഫക്റ്റിനെ തന്നെയായിരിക്കും ചോദിക്കുന്നത്, പക്ഷേ വേറെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല മെത്തേഡിലുമായിരിക്കും ആ ആൻസറിലേക്ക് എത്തിച്ചേരുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതിന് എന്താ സാറേ സൊല്യൂഷൻ? ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ? ഉണ്ട്. ക്യാപ്സ്യൂൾ ഫോർമാറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ള പഠിത്തം നിർത്തണം. പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുള്ള പഠിത്തം നിർത്തണം. ഷോർട്ട് കട്ടുകൾ പഠിത്തം നിർത്തണം. പഠിക്കേണ്ടത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു കഥ പോലെ ഓർത്തിരുന്ന് പഠിക്കുക. സാറേ ഇതിനൊക്കെ സമയം എവിടെയാണ്? സമയം കുറവാണ്, അറിയാം. സമയം കണ്ടെത്തണം. സമയം കണ്ടെത്തി തന്നെ പഠിക്കണം. അതിന് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഷോർട്ടായിട്ട് എഴുതി പഠിക്കുകയല്ല വേണ്ടത്. യൂട്യൂബ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അക്കാഡമിയുടെ സഹായം വേണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് വരുന്ന പല ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനും ഒരു അക്കാഡമിൻ്റെ ഭാഗമാകുന്നത് ഏറ്റവും നല്ലതാണ്. ഞാനത് ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല. അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പവർ ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ ബിംബറുടെ ടെക്സ്റ്റ് കയ്യിലുണ്ടാവണം. പവർ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ. മനസ്സിലാവുണ്ടോ? അല്ലാതെ പറ്റത്തില്ല കാര്യം. മനസ്സിലാവണ്ട? കൺട്രോൾ സിസ്റ്റം പഠിക്കുമ്പോൾ മിനിമം നാഗൂർഖാനി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ അവൈലബിൾ ആണ്. വാങ്ങിക്കുക, പഠിക്കുക. ഇനിയിപ്പോൾ ഇതിനൊന്നും സമയമില്ല, അത് വേറെ കാര്യം. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നതാണ്, ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കണം. ഗുണം ചെയ്യും കേട്ടോ. ഇനി അങ്ങോട്ടുള്ള എക്സാംസുകൾക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഒരു കാര്യം, നിങ്ങളിപ്പോൾ ടൈപ്പ് ഓഫ് ചോപ്പറിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് ഒരു അക്കാഡമിൻ്റെ കീഴിൽ നല്ല നോട്ടുകൾ ഉണ്ടാവും. കൃത്യമായിട്ട് അതിന് വർക്കിംഗ് ഒക്കെ പറഞ്ഞു തരും. എന്നാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാനുണ്ടാവും. ഒരു കഥ കിട്ടും നിങ്ങൾക്ക്. ആ കഥ നിങ്ങൾക്ക് പലയിടത്തും ഗുണം ചെയ്യും. പോയിന്റുകൾ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ദിവസം 2 ദിവസം ഓർമ്മയുണ്ടാവും പോയിന്റുകൾ. 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് പോയിന്റ് ഓർമ്മ നിൽക്കില്ല. ബട്ട് സ്റ്റോറീസ്, ചെറുപ്പത്തിൽ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ മുത്തശ്ശിയും അമ്മയൊക്കെ പറഞ്ഞു തന്ന കഥകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതുപോലെ തന്നെയാണ് കഥകളുടെ ഫോർമാറ്റിൽ പഠിക്കണം. മനസ്സിലാണ്ടോ? SCRന്റെ വർക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് അതിനുള്ളിലോട്ട് ഇറങ്ങി ചെന്ന് പഠിക്കുമ്പോഴാണ് ഒരിക്കലും അത് മറക്കാതിരിക്കുന്നത്. ബൈ ഹാർട്ട് ഒരിക്കലും പഠിക്കരുത്. ഒരു കാര്യം ഉണ്ടാവില്ല. ടെൻഷൻ ആവും, സ്ട്രെസ് ആവും, എക്സാമിന് കുളവാകും. ഒരു സംശയം വേണ്ട. മനസ്സിലാണ്ടോ? അതുകൊണ്ട് ടെസ്റ്റ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും കടന്നു പോയിരിക്കണം. നിർബന്ധമായിട്ടും ചെയ്യണം. നിങ്ങൾ ഒരിക്കലും PYQ ചെയ്യാതെ നിങ്ങൾ എക്സാം ഹാളിൽ പോകരുത്. മിനിമം ഒരു 10 ക്വസ്റ്റ്യൻസ് പേപ്പറെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ. വൈ? ഒന്ന്, ടൈം മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ 60 ക്വസ്റ്റ്യൻ മുകളിലേക്ക് കയറുന്നില്ല. അതെന്താ കാരണം? അത്രയും ടൈം വളരെ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടേക്ക്. അല്ലെങ്കിൽ നോർമലി നമ്മുടെ PSC എക്സാംസ് ഒക്കെ എഴുതി വരുമ്പോൾ ഞാനൊരു പ്രോബ്ലത്തിന് മേലെ ഒരുപാട് നേരം ഇരുന്നു. അത് കാരണം എനിക്ക് 70ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഞാൻ പടപട നോക്കി പോയി അറിയുന്ന ക്വസ്റ്റ്യൻ തെറ്റിച്ചൊക്കെ വന്നു.
100 ക്വസ്റ്റ്യൻ എനിക്ക് നേരെ കാണാൻ പറ്റില്ല. 70% കുട്ടികളും പറയുന്ന കാര്യം ഇതാണ്. വൈ ബിക്കോസ് ടൈം മാനേജ്മെന്റ് നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് പ്രാക്ടീസ് ഇല്ല. അപ്പോൾ ടെസ്റ്റ് സീരീസ് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാത്തവർക്ക് പർച്ചേസ് ചെയ്യുക. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാതെ മനസ്സിലാക്കി ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുണ്ടല്ലോ, അതായത് ഇതൊന്നും വരത്തില്ല. മക്കളെ ഞാൻ അടിച്ചു പറയാണ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തോ വരും, ഉറപ്പാണ്. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 80 മാർക്ക് കിട്ടുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എനിക്ക് ഉണ്ടാക്കി തരാൻ സാധിക്കും. ആർക്ക് ഗുണം ചെയ്യും? 80 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് ഒരു 2 പോയിന്റ് പോലും അതിന് എക്സ്ട്രാ കിട്ടില്ല. മനസ്സിലാണ്ട? ആ കുട്ടി ചുമ്മാ പാട്ടും പാടി എക്സാം എഴുതി വേറെ എന്തെങ്കിലും ഇരുന്ന് പഠിക്കും. ബിക്കോസ് അവർക്ക് അത്ര ഈസി ആയിരിക്കും. അതല്ല, വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ഇടുന്ന സമയത്തുള്ള ഗുണം എന്താണ്? നിങ്ങൾ സ്ട്രെസ്ഡ് ആവും കുറച്ചുകൂടി. അത് ഗുണം ചെയ്യും. എക്സാമിന് മുന്നുള്ള കുറച്ച് നേരമുള്ള ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് തലേന്ന് പഠിക്കുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരാഴ്ചയെങ്കിലും വരെ നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ കിടക്കുന്നില്ലേ പാട്ട് പോലെ? എന്താണ്? നിങ്ങൾ ആ പ്രഷറിൽ പഠിക്കുന്നതുകൊണ്ടാണ്. സ്ട്രെസ് അല്ല കേട്ടോ, പ്രഷർ. രണ്ടാണ്. മനസ്സിലാണ്ടോ? അപ്പൊ ആ പ്രഷറിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? നിങ്ങൾ ആ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഒരു ചെറിയ പ്രഷർ നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ഒരു കുട്ടി ഒരു നോർമൽ ഒരു ആവറേജ് ലെവലിൽ ഒരു കുട്ടി ഒരു 75 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അത് എത്ര സിമ്പിൾ പേപ്പർ ആയിരിക്കും കുട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സബ് എഞ്ചിനീയറിന്റെ കട്ട് ഓഫ് 56.7 അല്ലെങ്കിൽ 56-57 മാർക്കിന്റെ ഉള്ളിലാണ്. അപ്പൊ എയുടെ കട്ട് ഓഫ് ഞാൻ പറയാം 45-നും 50-നും ഇടയിലായിരിക്കും എയുടെ കട്ട് ഓഫ് വരിക. മനസ്സിലാണ്ടോ? അപ്പൊ 45 to 50 കിട്ടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മക്കളെ ഒരു എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ 80-85 മാർക്ക് കിട്ടുക? നെവർ യു വിൽ ഗെറ്റ്. അപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് 60-65 മാർക്കിന്റെ ഉള്ളിൽ തന്നെ വരും. എത്ര നന്നായി പഠിക്കുന്ന കുട്ടികളെങ്കിലും ഒരു 70-ന്റെ ഉള്ളിലൊക്കെ കിട്ടുന്ന രീതിയിലായിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ. അതല്ല, നിങ്ങൾക്ക് 80-90 മാർക്ക് കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ തെറ്റാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എയുടെ ലെവലിലേക്ക് ഉയർന്നിട്ടില്ല. നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാവും, എനിക്കൊക്കെ 70-85 മാർക്ക് 90 മാർക്ക് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ബട്ട് ആക്ച്വലി നിങ്ങൾ തന്നെ ചീറ്റ് ചെയ്യാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ ദയവ് ചെയ്ത് കടന്നു പോകണ്ട. അത് പഠിക്കേണ്ട സാറാ, പഠിക്കണം. ജസ്റ്റ് വായിച്ചു വിടുക. കട്ടിയുള്ളവനെ തേടി പഠിക്കും, ഗുണം ചെയ്യും. എക്സാം ഹാളിൽ ഗുണം ചെയ്യും. മനസ്സിലാവും? എന്ന് വെച്ച് എയുടെ ലെവലിന് അപ്പുറത്തുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് PVQ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള അതൊന്നും വരത്തില്ല. വെരി റയർ. അതിനകത്ത് ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട. ബട്ട് ചില സംഗതികളുണ്ട്, അത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടണം. അതില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളാണ്. കിട്ടിയല്ലോ? അപ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കേണ്ട സമയമല്ല. ടെൻഷൻ അടിക്കുകയും വേണ്ട. പഠിക്കുന്ന ആ സ്റ്റൈലിൽ നിങ്ങൾ ചെറുതായിട്ടൊരു മാറ്റം വരുത്തുക. ബൈഹാർട്ട് അടിക്കാതെ കുറച്ച് കാര്യങ്ങൾ മതി കൂട്ടാ. നിങ്ങൾ സിലബസ് മുഴുവൻ കവർ ചെയ്തിട്ട് ഓരോ പോയിന്റ് നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാണ്ടോ? ഒരു 70-80% സിലബസ് കവർ ആയാലും വൃത്തിക്ക് കവർ ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെ പോലെ ഒരു 60-65 മാർക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കും. മതി, ധാരാളം. നിങ്ങൾ മുകളിലേക്ക് കയറിപ്പോകും, നിങ്ങൾക്ക് ജോലി കിട്ടും. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്ത ആൾക്കാരും ഞാനിതിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് സീരീസിന്റെ പർച്ചേസ് ചെയ്യുക. കൃത്യമായിട്ടുള്ള രീതിയിൽ ടെസ്റ്റുകൾ ചെയ്യുക. റിവിഷൻ അതിനോട് ഒപ്പം കൊണ്ടുപോവുക. ടെസ്റ്റ് സീരീസ് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിലും പല സംശയങ്ങളുണ്ട്. ഞാൻ ടെസ്റ്റ് സീരീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രത്യേക പാറ്റേണിലാണ്. ഫോർ എക്സാമ്പിൾ, പവർ സിസ്റ്റത്തിലെ ഫസ്റ്റ് സെഷനാണ് ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ട്, കൊറോണനെ പറ്റിയിട്ടൊക്കെ. അതായിരിക്കും ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പവർ സിസ്റ്റത്തിൽ ഇടുന്നെങ്കിൽ നാളെ ഞാൻ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗങ്ങളായിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കറും റിലേന്റെ ഭാഗങ്ങളായിരിക്കും. മറ്റന്നാൾ ഞാൻ അത് കഴിഞ്ഞിട്ട് വരുന്ന സിസ്റ്റം, പവർ സിസ്റ്റം സ്റ്റെബിലിറ്റിന്റെ ഭാഗങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇക്വലാങ്കിൾ ക്രൈറ്റീരിയന്റെ ഭാഗങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ടിരുന്നത് നമ്മുടെ ലോഡ് ഫ്ലോ അനാലിസിസ് ആയിരിക്കും. വീണ്ടും ട്രാൻസ്മിഷൻ ലൈനിലേക്ക് വരും. അപ്പോൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക്, ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, സകലത് നിങ്ങൾക്ക് കൊറോണയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വൃത്തിക്ക് പഠിക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവണ്ടോ? അതേസമയം എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒരു മോഡ്യൂളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൊറോണ എടുത്തിടാം, അടുത്ത് സ്റ്റെബിലിറ്റി എടുത്തിടാം, അടുത്തത് ഇക്വലാങ്കിൾ ക്രൈറ്റീരിയ എടുത്തിടാം, അടുത്ത് ലോഡ് ഫ്ലോ അനാലിസിസ് 10 മാർക്കല്ലേ ഉള്ളൂ. അങ്ങനെ 10 ഡിവിഷനാക്കിയാണ് കൊടുത്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് അത് പഠിക്കാനായിട്ട് സാധിക്കില്ല. അത് എഫക്റ്റീവായിട്ടുള്ള ലേണിംഗ് ആവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സെഷൻ എന്നാണ് 10 മാർക്ക്. അടുത്ത ദിവസം അടുത്ത സെഷനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആവട്ടോ? അതാണ് പഠിത്തത്തിന്റെ മെത്തേഡ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും റാൻഡമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് കൊണ്ട് വാരി എടുത്തിട്ട് അങ്ങനെ ഇട്ട് തരികയല്ല. കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സോ
പർച്ചേസ് ചെയ്യാത്ത ആൾക്കാർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. ഇനിയും സമയം വൈകിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, അറ്റ്ലീസ്റ്റ് ഒരു 10 ടെസ്റ്റെങ്കിലും ചെയ്യാതെ നിങ്ങൾ എക്സാമിന് നിങ്ങൾ പോകരുത്. പോയിട്ട് ഒരു കാര്യം അവിടെ പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 10 പേപ്പറെങ്കിലും മിനിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. നമ്മുടെ ടെസ്റ്റ് പാക്കേജിൽ 15 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ അവസാന ദിവസങ്ങളൊക്കെ എത്തില്ലേ, അതായത് അവസാനത്തെ 1-2 ടെസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ഞാൻ മിക്സ് ചെയ്ത് തരാം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒരു സെക്ഷനിൽ മാത്രം 10 മാർക്കിന് പകരം ആ മൊഡ്യൂളിൽ തന്നെ കറക്റ്റ് 10 ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ തരാം. ഇപ്പം ഇങ്ങനെ തന്നെ പോകുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഒരുപാട് കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട് അതിൻ്റെ എന്താ പറയുക, ആ ഒരു ടെസ്റ്റ് പാറ്റേണിൻ്റെ ആ ഒരു പ്രത്യേകതയെ പറ്റി പറഞ്ഞിട്ട് ഇറ്റ്സ് റിയലി ഹെൽപ്പിംഗ് സാർ, ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, അയ്യോ ഇത് പഠിച്ചു പിന്നെ അത് പഠിച്ചു, അങ്ങനെയല്ല. ഒരു ദിവസം വൃത്തിക്ക് ഒരു സെഷൻ നന്നായിട്ട് പഠിക്കാൻ പറ്റും. മനസ്സിലാവും. അങ്ങനെ ഓരോ മോഡ്യൂളിലെയും ഓരോരോ സെഷൻ 10 സെഷൻ നിങ്ങൾ ഒരു ദിവസം പഠിക്കാനുള്ള കാര്യമേ അതിനകത്തുള്ളൂ. ക്ലിയർ അല്ലോട്ടാ? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠനത്തിലെ ചെറുതായിട്ടൊന്ന് ട്യൂൺ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മാറ്റിയെടുക്കണം. ഓൾറെഡി ഞാനിത് പറയാറുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. സോ എൻ്റെ നമ്പർ അറിയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പോസ്റ്ററുകൾ എൻ്റെ യൂട്യൂബിലൊക്കെ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.